PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് 2 റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാറ്റഗറി നമ്പർ 493/2022 കൂലി വർക്കർ സ്റ്റേറ്റ് വൈഡ് ഇതാണ് കാറ്റഗറി നമ്പർ 493/2022. അതിൻ്റെ പേ സ്കെയിൽ 23,000 to 50,200. ഇത് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇതിൻ്റെ OMR ടെസ്റ്റ് നടത്തിയിരുന്നത് 20/5/2024 അതിൻ്റെ പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്തിയിരുന്നത് 12/11/2024. ഈ റാങ്ക് ലിസ്റ്റ് 7/1/2025 മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 19ഓളം ഉദ്യോഗാർത്ഥികളുണ്ട്. പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഈഴവ തീയ ബിലാവ 2 പേരും, ഷെഡ്യൂൾഡ് കാസ്റ്റ് 2 പേര്, ഷെഡ്യൂൾഡ് ട്രൈബ് 3 പേര്, മുസ്ലിം 3, ലാറ്റിൻ കാത്തലിക്സ് 2 പേര്, OBC 1, പിന്നെ വിശ്വകർമ്മ 1, SIUC നാടാർ ഇല്ല, പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ് കൺവേഴ്സ് ടു ക്രിസ്ത്യാനിറ്റി 1, ധീവര ഇതിന്ന് 1, പിന്നെ ഹിന്ദു നാടാർ ആരുമില്ല, EWS 1 ആൾ. അപ്പോൾ ഇത്രയാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷ എഴുതിയവർ നിങ്ങൾ PSCയുടെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി കോഡൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിൻ്റെയും പിന്നെ വെയിറ്റേജ്, ടോട്ടൽ മാർക്ക് അതൊക്കെ നോക്കി ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 101.33 ഇതാണ്. EWS കമ്മ്യൂണിറ്റിയിലുള്ള ഇതാണ്. പിന്നെ ഈ മെയിൻ ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് വന്നേക്കണ മാർക്ക് 92 റിട്ടേൺ ടെസ്റ്റും ഇതെല്ലാം കൂടെ കൂട്ടി ടോട്ടൽ വന്നിരിക്കുന്നത് 92 മെയിൻ ലിസ്റ്റിൽ. പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പല വിഭാഗക്കാർക്കും പല മാർക്കുകളാണ്. അപ്പോൾ അത് നിങ്ങൾ ഈ PSCയുടെ സൈറ്റിൽ കയറി നോക്കി മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ വന്നേക്കണൊരു ഇത് കാറ്റഗറി കോഡ് 734/2023 ഉള്ള തന്നെ കൂലി വർക്കർ ഫസ്റ്റ് NCA OBC ആണ്. ഇതേ സെയിം സ്കെയിൽ 23,000 to 50,200 വരെയുള്ളത്. അതും കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പരീക്ഷ നടന്നിരുന്നത് ആ OMR ടെസ്റ്റ് 14/5/2024 പ്രാക്ടിക്കൽ ടെസ്റ്റ് 12/11/2024 NCA വേക്കൻസിയാണ് അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിനുള്ളത്. അപ്പോൾ അത് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 7/1/2025 മുതൽ തന്നെയാണ്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ ആകെ ഉൾപ്പെട്ടിരിക്കുന്നവർ 23 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇത് അറിയാലോ, NCA വിജ്ഞാപനമാണ് OBCക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ആ ലിസ്റ്റിൽ 23 പേരാണുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ പരീക്ഷ എഴുതിയവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ. ചാനൽ ഇപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ. താങ്ക് യു.